ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഓഫീസാണ്. നന്ദനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം സച്ചി വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നാലും അർച്ചന കുഞ്ഞിനെയും കൂട്ടി ഒറ്റയ്ക്ക് വന്നത് എന്തിനായിരിക്കുമെന്ന് നന്ദൻ ധനുഷിനോട് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദേട്ടാ, അവർക്ക് തമ്മിൽ ഒരുപാട് കാലമൊന്നും പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഇതും അതിന്റെ ഭാഗമായിരിക്കും. എന്താണെങ്കിലും അങ്ങനെ തന്നെ ആകട്ടെ, സന്തോഷപരമായ ഒരു കുടുംബജീവിതം കിട്ടുന്നതിനും ഭാഗ്യം വേണമെന്ന് നന്ദൻ പറയുകയാണ്. നന്ദേട്ടൻ വിഷമിക്കാതെ, അർച്ചനടുത്ത് വന്നല്ലോ, എന്താണെങ്കിലും ഉടൻ തന്നെ കല്യാണം ഉണ്ടാകും. പിന്നെ നന്ദേട്ടനും സന്ധിച്ചു വന്നാൽ പിന്നെ സന്തോഷകരമായ ഒരു ജീവിതം തന്നെയല്ലേ കിട്ടാൻ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ധനുഷ് അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് സച്ചി നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. കൈ നിറയെ സാധനങ്ങളുമായി അകത്തേക്ക് കയറുന്ന സച്ചിയെ കണ്ടുകൊണ്ട് സ്നേഹയും അനഘയും കൂടി കളിയാക്കുകയാണ്. കുഞ്ഞിനെ കാണാനാണോ അതോ കുഞ്ഞിന്റെ അമ്മയെ കാണാനാണോ ധൃതി പിടിച്ച് ഓടി വന്നത്? നിന്റെ കളിയാക്കലൊക്കെ ഞാൻ വരവ് വെച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞിനെയും അമ്മയും ഒന്ന് ഞാൻ പോയി കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മുകളിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. സച്ചിയെ കണ്ടിട്ടും അർച്ചനയുടെ മുഖം തെളിയുന്നില്ല. എടോ, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ കൂട്ടാൻ വരില്ലായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, പെട്ടെന്ന് എന്ത് തോന്നി തനിക്ക് ഇങ്ങോട്ടേക്ക് വരാനെന്ന് സച്ചി ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് അർച്ചന പറയുന്നു. എന്താണെങ്കിലും താൻ വന്നത് നന്നായി. ഞാനിവിടെ തനിച്ചിരുന്ന് ആകെ ബോറടിയായിരുന്നു. വേണ്ട, അധികം പുന്നരിക്കാനൊന്നും വരണ്ട. എന്താടോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് സച്ചി ചോദിക്കുമ്പോ തന്നെ ഒന്ന് ഓർത്തു നോക്കാനായി അർച്ചന പറയുന്നു. എടോ, താൻ ഇങ്ങനെ പിണങ്ങാതെ, സത്യം പറഞ്ഞാൽ താനില്ലാത്തൊരു വീർപ്പുമുട്ടലുണ്ടല്ലോ. ഞാനും താനും നമ്മുടെ കുഞ്ഞുങ്ങളും അതിനപ്പുറം എനിക്കൊരു ലോകമില്ലെന്ന് താൻ ഇവിടെ ഇല്ലാഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. സച്ചിയേട്ടൻ ഇതൊക്കെ വെറുതെ പറയുന്നതാ, എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. എടോ, അങ്ങനെയൊന്നുമില്ലെന്ന് സച്ചി പറയുമ്പോ പിന്നെ എന്താ സച്ചിയേട്ടൻ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞതെന്ന് അർച്ചന ചോദിക്കുന്നു. ഇന്നലെ രാത്രി സച്ചിയേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ? ഞാൻ വിളിച്ചപ്പോ ഉറങ്ങാൻ പോകുവാന്നല്ലേ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പരിഭ്രാന്തിയോടെ അർച്ചനയെ നോക്കുകയാണ്. അതിനുശേഷം സച്ചി പറയുകയാണ്, എടോ, ഞാൻ തന്നോടൊരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അവന്റെ അവസ്ഥ അല്പം ക്രിട്ടിക്കലാണ്. ജീവിക്കുമോ മരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ രാത്രിയൊക്കെ അവന്റെ കൂടെ ആയിരുന്നു. എന്നാ പിന്നെ രാത്രി അവിടെയായിരുന്നെന്ന് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോ സോറിയിടോ, താൻ ക്ഷമിക്ക്, എനിക്ക് പറയാൻ സാധിച്ചില്ലെന്ന് സച്ചി പറയുന്നു. അല്ല, സച്ചിയേട്ടന്റെ ലൈഫിലേക്ക് ഇത്രയേറെ പ്രാധാന്യത്തോടെ ഇപ്പൊ കയറി വന്ന ആ ഫ്രണ്ട് ആരാ? എനിക്കും അയാളെ ഒന്ന് കാണണമല്ലോ. തുടർന്ന് എനിക്ക് ആ ഫ്രണ്ടിനെ കാണണമെന്ന് അർച്ചന വാശി പിടിക്കുമ്പോ അതൊന്നും പറ്റില്ലെന്നും, താനെന്താ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാണോ കരുതിയിരിക്കുന്നത്? എങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സച്ചി മുറിയിൽ നിന്നും പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനഘയും സ്നേഹയുമാണ്. അനഘയുടെ ഫോണിലേക്ക് ഹരീഷ് വിളിക്കുമ്പോഴേക്കും ചെന്ന് ഫോൺ എടുക്കുന്നത് സ്നേഹയായിരുന്നു. ഹരീഷ് കാണണമെന്ന് പറയുമ്പോ അതിനെതാ കാണാലോ എന്ന് സ്നേഹ പറയുന്നു. ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാലോ? പക്ഷേ ഞാൻ എങ്ങനെ തന്നെ തിരിച്ചറിയുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഫോണിലേക്ക് വിളിച്ചാൽ മതിയല്ലോ എന്ന് സ്നേഹ പറയുന്നു. അതൊന്നും വേണ്ട, ഞാൻ വന്നിറങ്ങുമ്പോൾ തന്നെ എനിക്ക് കാണണം. താനൊരു കസവ് സാരി ഉടുത്തുകൊണ്ട് വന്നാൽ മതിയെന്ന് ഹരീഷ് പറയുമ്പോ എന്റെ കയ്യിലുള്ള പിങ്ക് സാരിയുണ്ട്, ഞാനത് ഉടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അനഘ ചോദിക്കുകയാണ്, അല്ല, നിന്റെ കയ്യിൽ അതിന് പിങ്ക് കളറിലെ സാരിയും ബ്ലൗസും ഉണ്ടോ? എന്റെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അർച്ചനടുത്തിരുന്ന് വാങ്ങിക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, അവനാള് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അപ്പൊ തന്നെ നിന്നോട് പറയും. നീ അതങ്ങ് ഉപേക്ഷിച്ചേക്കണം. നീ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലെന്നും നീ പറയുന്നത് തന്നെ ഞാൻ കേട്ടുകൊള്ളാമെന്നും അനഘ സ്നേഹയോട് പറയുന്നു. അങ്ങനെ ഹരീഷിനെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ നിൽക്കുന്ന അനഘയും സ്നേഹയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെയാണ്. ഷോ, അർച്ചനയോട് അങ്ങനെ അറുത്തു മുറിച്ചൊന്നും പറയണ്ടായിരുന്നെന്ന് സച്ചി മനസ്സിൽ പറയുന്നു. അതേസമയം അർച്ചന സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അങ്ങനെ പറഞ്ഞതിനൊക്കെ സോറി ചോദിക്കുകയാണ്. എന്താണെന്നറിയില്ല സച്ചിയേട്ടാ, ഇപ്പൊ എനിക്ക് സച്ചിയേട്ടന്റെ കാര്യം പുറത്ത് വല്ലാത്ത ടെൻഷനും ആദ്യമൊക്കെയാണെന്ന് അർച്ചന പറയുന്നു. അതേസമയം തന്നെ ലക്ഷ്മി സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് സച്ചി കോള് കട്ട് ചെയ്യുമ്പോ ഫോൺ എടുക്കാനായി അർച്ചന പറയുന്നു. വേണ്ടടോ, അത് ഓഫീസിൽ നിന്നാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാൽ പിന്നെയും ലച്ചു ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സച്ചി താഴേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങുന്ന സ്നേഹയും അനഘയുമാണ്. സത്യം പറഞ്ഞാൽ നീ വരണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടിട്ട് വന്നേനെ എന്ന് സ്നേഹ പറയുമ്പോ കുറുക്കന്റെ കയ്യില് കോഴിക്കുഞ്ഞിനെ കൊടുക്കാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും, നീ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അനഘയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ ഡോക്ടർ വിളിച്ചതിന് ശേഷം 9 മണിക്ക് സ്കാനിംഗ് ആണെന്നും സച്ചി ലക്ഷ്മിയുടെ കൂടെ വരണമെന്നും പറയുന്നതാണ്. മറ്റുള്ള എല്ലാ കാര്യവും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ നാളെ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളാമെന്ന് സച്ചി പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന അർച്ചനയെ കാണുന്നത്. തുടർന്ന് ടെൻഷനോടെ അർച്ചനയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.